ഹലോ, നമുക്കിന്ന് മഷ്റൂം ഫ്രൈ അല്ല റോസ്റ്റ് റെഡിയാക്കാം അല്ലേടാ. ആദ്യം മഷ്റൂം കട്ട് ചെയ്തൊക്കെ എടുക്കുവാണേ. കൂണ് വലിയ സെറ്റപ്പൊന്നും വേണം. കൂണ് അത് കഴുകി വൃത്തിയാക്കി വെള്ളം ഇട്ട് മഞ്ഞൾപ്പൊടി, അത് മസ്റ്റാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല കുതിർന്നതിൻ്റെ വിഷാംശമൊക്കെ കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ഇളക്കി മാറ്റി കുറച്ച് നേരം അങ്ങോട്ട് വയ്ക്കാം. അതിന് വേണ്ടി ബാക്കിയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കിതാ സബോള, പച്ചമുളക്, പിന്നെന്താ ഇത് ഒനിയൻ ലീഫാണ്. അതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ യൂട്യൂബിൽ ഒരു 10 പേരുടെ വീഡിയോ കണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ സെറ്റാക്കാൻ പോകുന്നത്. ബാക്കിയുള്ള സംഭവം കരിഞ്ഞ് തേങ്ങാക്കൊത്ത്, സവാള, ഒനിയൻ ലീഫ്, മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് ചട്ടിയടുപ്പ് വെച്ചു. എണ്ണ ഒഴിച്ചു, ഉലുവ ഇട്ടു, കറിവേപ്പില ഇട്ടു, സവാള, പച്ചമുളക്, അതിനുശേഷം വഴറ്റി കൊടുക്കണം. അതിനുശേഷം നമുക്ക് തേങ്ങാക്കൊത്ത് കണ്ടമാനം കൂടിപ്പോയി ഇരിക്കട്ടെ. പിന്നെ മസാല, ഇഞ്ചി ഗാർലിക് പേസ്റ്റാണ്, അതും നമ്മൾക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് കൂണെടുത്ത് അതും ഇട്ട് കൊടുത്തു. കഴുകി നല്ല പിഴിഞ്ഞെടുത്ത കൂണാണ്. അത് നമ്മളിങ്ങനെ വഴറ്റി എടുക്കുന്നതിന് ശേഷം അതിനകത്തേക്ക് ഉപ്പിട്ടു. തീരെ പെട്ടെന്ന് ഇങ്ങനെയായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി ഇതൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ മറ്റേ സംഭവമില്ലേ, എന്താ ഒണിയൻ ലീഫ്, മല്ലിയില, തേങ്ങാപ്പാൽ, ഇതിൻ്റെ മസ്റ്റായിട്ട് ചേർക്കേണ്ടത്. ഇതിൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാ നമുക്ക് അപ്പം ചൂടാം. ഇതിന് വേണ്ടി സൈഡ് ഡിഷായിട്ട്, അല്ലാതെ അപ്പത്തിന് വേണ്ടി മഷ്റൂം റോസ്റ്റ് അല്ല,